വിശ്വാക്കുമാറില്ല. ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വിശ്വാക്കുമാറില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേൽ ഉയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും, എന്നെ തകർപ്പാൻ ശത്രുവിൻ കരം എൻ്റെ മേൽ ഉയർന്നാലും, ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എൻ്റെ നേരെ തിരിഞ്ഞെന്നാലും, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, എൻ്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, വിശ്വാക്കുമാറില്ല. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുദിന വചനം ഗ്രേസ് അപ്പോൺ ഗ്രേസ്, കൃപമേൽ കൃപ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 16-ാം വാക്യം. John's Gospel chapter 1 verse 16. And of his fullness have all we received, and grace for grace. അവൻ്റെ നിറവിൽ നിന്നും നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ അധികം വർദ്ധിച്ചു വരുവാൻ അനുദിന ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ വചനത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. ഒന്നാമതായിട്ട് എബവ് ഓൺലി, മുകളിൽ തന്നെ ആയിരിക്കാനായി ആദ്യമായി നാം ശ്രദ്ധിക്കേണ്ടത് കൃപയിൽ വർദ്ധിക്കണം. നാം കൃപയിൽ വർദ്ധിക്കണം. കുറിവാക്യം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:16. അവൻ്റെ നിറവിൽ നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. എബവ് ഓൺലി. നാം നടക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും ദൈവകൃപയാൽ മാത്രമാണ്. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. ആ കൃപയില്ലെങ്കിൽ നമുക്കൊരടി മുന്നോട്ട് പോകുവാൻ അസാധ്യമാണ്. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് കിട്ടിയത് ദൈവകൃപയാൽ മാത്രമാണ്. രക്ഷയുടെ ആധാരം ദൈവകൃപയാണ്. ആത്മീയമായ വളർച്ചയും കൃപയാലാണ് പ്രാപിക്കുന്നത്. ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും കൃപ തരുവാൻ ദൈവം ശക്തനാണ്. ദൈവസിംഹാസനം കൃപാസനമാണെന്ന് വചനം പറയുന്നു. മേൽക്കുമേൽ കൃപ പ്രാപിപ്പാൻ കൃപയുടെ ഉടയവനിലേക്ക് നാം കടന്നു വരണം. എന്തെന്നാൽ എബ്രായലേഖനം 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇടച്ചമൊരിടിച്ചു മാറ്റി അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലുവാനുള്ള അധികാരം നമുക്കെല്ലാവർക്കും കർത്താവ് തന്നിട്ടുണ്ട്. പഴയ നിയമത്തിൽ പ്രധാന പുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു ചെല്ലാൻ പറ്റുകയുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മളെല്ലാവരും പുരോഹിതരാണ്. ആ പുരോഹിതരായ നമുക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേറെ ആരുടെയും മധ്യസ്ഥം ആവശ്യമില്ല. രണ്ടാമതായിട്ട് എബോളി ദൈവസ്നേഹത്തിൽ വർദ്ധിക്കണം. ദൈവസ്നേഹത്തിൽ വർദ്ധിക്കണം. നമ്മളുടെ സ്നേഹം മേൽക്കുമേൽ പരിജ്ഞാനത്തിലും സകല വിവേകത്തിലും വർദ്ധിച്ചു വരുവിൻ എന്ന് ഫിലിപ്പിയർ 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മിൽ സ്നേഹത്തിൻ്റെ നിറവുണ്ടാകണം. അത് നിറഞ്ഞു കവിഞ്ഞൊഴുകണം. ഈ സ്നേഹം എല്ലാം പൊറുക്കുന്നു,
എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം ക്ഷമിക്കുന്നു. ആ സ്നേഹം നിഗളിക്കുകയോ ചീർക്കുകയോ അയോഗ്യമായത് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. നാം ദൈവത്തെ സ്നേഹിക്കണം, ദൈവമക്കളെ സ്നേഹിക്കണം, നമ്മളെപ്പോലെ നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കണം. നമ്മുടെ ആരാധനകളും ശുശ്രൂഷകളും ദൈവസ്നേഹത്താൽ നിറയുമ്പോൾ അവ നമ്മിൽ വിരസത ഉണ്ടാക്കുകയില്ല. അവർ എന്നും ലെബനോണിലെ ദേവദാരു പോലെ പച്ചയായി നിലകൊള്ളും. ഈ പറയപ്പെട്ട കാര്യങ്ങളിലല്ല നമ്മൾ വളരുന്നതെങ്കിൽ ദേവദാരു പോലെ തഴച്ചു വളരാൻ പറ്റില്ല. ഉണങ്ങി വാടി ചുരുണ്ടുപോകും. സ്തോത്രം. ഇപ്പോഴത്തെ ആത്മീയ അന്തരീക്ഷം നാം നോക്കുമ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ആർത്തിയോടെ ദൈവത്തെ അന്വേഷിക്കുന്ന മക്കളുടെ കൂട്ടായ്മയിൽ മാത്രമേ ഈ പച്ചപ്പുള്ളൂ. മറ്റുള്ളതെല്ലാം വാടി ശുഷ്കിച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. കാരണം എന്താ? ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്, എബോളിയായി വളരാത്തത് കൊണ്ടാണ്. മൂന്നാമതായി, ആരാധനയിൽ വർദ്ധിച്ചു വരണം. നാം ദൈവത്തെ അതീവ ജാഗ്രതയോടെ ധ്യാനിച്ച ദിനങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ആരാധന എങ്ങനെയാണ്? നാം ആരാധനയിൽ വർദ്ധിച്ചു വരുന്നുവോ അതോ ശോഷിച്ചു പോവുകയോ? വെളിപ്പാട് പുസ്തകത്തിൽ സർദീസിലെ സഭയുടെ ദൂതന് ഇങ്ങനെ എഴുതിയതായി നാം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ട് എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എബോർലി, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടായിരുന്നു എങ്കിലും നീ മരിച്ചവനാകുന്നു. ഒരു 95% മരിച്ച ക്രിസ്ത്യാനികളാണ്. 5 ശേഷിപ്പുണ്ട്. നഞ്ചന്തിനി നാഴി എന്ന് പറയുന്ന പോലെ ഒരു കുപ്പി സൈനൈഡ് കഴിക്കേണ്ട കാര്യമില്ല, ഒരു തുള്ളി മതി. അപ്പോഴതുകൊണ്ട് എത്ര പേരെന്നല്ല, ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട്. സ്തോത്രം. എല്ലാം മരിച്ചിരിക്കുക. കർത്താവ് അന്വേഷിക്കുന്നത്, അവനെ ആർത്തിയോടെ അന്വേഷിക്കുന്നത് ആരുണ്ട് എന്നുള്ളതാണ്. ആവശ്യം വരുമ്പോഴല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. അത് എന്നും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്നും ഉയരേണ്ട ഒരു നിത്യമായ സത്യമാണ്. 71-ാം സങ്കീർത്തനം 14-ാം തിരുവചനം നമ്മൾ പഠിപ്പിക്കുന്നത്, ഞാനോ എപ്പോഴും പ്രത്യാശിക്കും, ഞാൻ മേൽക്കുമേൽ നിന്നെ സ്തുതിക്കും. എബവ് ഒല്ലി, ഞാൻ എപ്പോഴും പ്രത്യാശിക്കും. മൂടു ഉണ്ടെങ്കിലല്ല. സ്തോത്രം. ഈ ലോകത്ത് ഹോളിഡേയ്സ് ഇല്ലാത്ത ഒരേ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, പ്രാർത്ഥനയ്ക്ക് മാത്രം. നോ ഹോളിഡേ. ഹോളിഡേയ്സിലും പ്രാർത്ഥന തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്, കർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം ചെയ്ത സകല ഉപകാരങ്ങളെ ഓർത്ത്, സകല ശുശ്രൂഷകളെ ഓർത്ത്, മരണത്തിൽ നിന്നും വിടിവിച്ചവനെ ഓർത്ത്, രോഗസൗഖ്യം തന്നതിനെ ഓർത്ത്, ഇങ്ങനെയുള്ള അനേക കൃപകളെ എണ്ണി പറഞ്ഞ് ദൈവത്തെ നാം സ്തുതിക്കണം. സ്തുതികളിൽ നാം വർദ്ധിച്ചു വരണം. ഈ കാര്യത്തിൽ എബവ് ഒള്ളി. ആരാധനയുടെ കാര്യത്തിൽ മടുത്ത് താഴോട്ട് പോകുകയല്ല വേണ്ടത്, കത്തിജ്വലിച്ചുകൊണ്ട്. ജയിലറയിൽ കിടന്ന ശിഷ്യന്മാർ അവിടെ കിടന്ന് അയ്യോ ഞങ്ങളെ പൊടിയിട്ടേ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. ആ ജയിലറയുടെ നടുവിലും അവർ ദൈവത്തെ ആരാധിക്കുകയാണ് ചെയ്തത്. സ്തോത്രം. ആ ആരാധനയിലാണ് ഓട്ടോമാറ്റിക് ഗേറ്റ് കണ്ടുപിടിച്ചത്. സ്തോത്രം. ശിഷ്യന്മാർ ഗേറ്റ് കടന്നു പോകുന്നതായിട്ട് നാം കാണുന്നില്ല. ജയിലറ അവർക്കായി തുറന്നു. ഈ റിമോട്ട് കൺട്രോൾ ആരുടെ കയ്യിലായിരുന്നു? ദൈവത്തിൻ്റെ കയ്യിൽ. അപ്പോൾ ആദ്യത്തെ റിമോട്ട് കൺട്രോളിലുള്ള ഗേറ്റ് ആർക്കായി തുറന്നെന്നറിയാവോ? സ്തുതിച്ച് പ്രാർത്ഥിച്ച ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. 4-മതായിട്ട് നാം വളരേണ്ടത്, ഗ്രേസ് അപ്പോൺ ഗ്രേസ് ആയിട്ട് വളരേണ്ടത്, എബോളി ആയിട്ട് നിൽക്കേണ്ടത്, വചനത്തിൽ വർദ്ധിക്കണം. വചനമാകുന്ന മന്ന അനുദിനം ഭക്ഷിച്ച് ആത്മീയ ശക്തിയിൽ വർദ്ധിച്ചു വരണം. ദൈവവചനം സമയം കിട്ടുമ്പോൾ ഭക്ഷിക്കുകയല്ല. ദൈവത്തിൻ്റെ വചനം രാവുകൾ ധ്യാനിക്കണം. അതെപ്പോഴും നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും അതിനെക്കുറിച്ച് നീ സംസാരിക്കണം. അത് നിന്റെ മക്കളെ പഠിപ്പിക്കണം. ദൈവവചനം പഠിപ്പിക്കേണ്ടത് കാറ്റഗിസം ടീച്ചറിൻ്റെ പരിപാടിയല്ല, അപ്പ അമ്മേ നിന്റെ പരിപാടിയാണ്. മക്കളെ വചനം പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. അതിന് എന്ത് ചെയ്യണമെന്നറിയാവോ? ആദ്യം അപ്പനും അമ്മയും വചനം പഠിക്കണം. ആദ്യം അപ്പനും അമ്മയും ബൈബിൾ വായിക്കണം. സ്തോത്രം. ഇന്ന് ബൈബിൾ വായിക്കാൻ മാത്രം സമയമില്ല, ഫോണിൻ്റെ അകത്ത് കയറി കുത്തിയിരുന്ന് കിളക്കാൻ സമയമുണ്ട്. വചനമാകുന്ന പാൽ ഒരു സമീകൃത ആഹാരമാണ്. വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ പത്രോസിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കുടിക്കുന്നത് മായം ചേർത്ത പാലാണോ മായമില്ലാത്ത പാലാണോ?
നല്ലൊരു ശതമാനവും മനുഷ്യർ ഈ ഭൂമിയിൽ മായം ചേർത്ത വചനമെന്ന പാലാ കുടിക്കുന്നേ. അതുകൊണ്ട് ആത്മീയ മണ്ഡലത്തിൽ വളരാത്തത് ദൈവവചനത്തിൻ്റെ അജ്ഞതയാണ്. ഈ അജ്ഞത തലയെ കെട്ടിക്കിടക്കുന്നത് കൊണ്ടാണ് വ്യർത്ഥമായ അധരജൽപ്പനത്തിൽ കെട്ടിക്കിടക്കുന്നത്. ജാതീയ ആരാധനയിൽ നീ കുടുങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? മകനെ, മകളെ, നീ കുടിക്കുന്നതും മായം ചേർത്ത പാലാ, വചനമെന്ന പാലാ. സോ വചനമാകുന്ന പാൽ ഒരു സമീകൃത ആഹാരമാണ്. അത് രാവുകൾ കുടിക്കണം, ധ്യാനിക്കണം, അനുസരിക്കണം. ജീവിതത്തിലെ സകല പ്രശ്നങ്ങളുടെയും പരിഹാരമാണ് വചനം. കാരണം വചനം ദൈവമാണ്. ദൈവമാണ്. യേശുക്രിസ്തുവിൻ്റെ പേര്, യേശുവിന് മറ്റൊരു പേരുണ്ട്, അറിയോ? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ നാം വായിക്കുന്നത്, രക്താംഗി ധരിച്ചിരിക്കുന്നവൻ, അവൻ്റെ പേര് ദൈവവചനമെന്നാകുന്നു. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. അപ്പോൾ വീട്ടിലിരിക്കുന്ന ബൈബിൾ വായിക്കുമ്പോൾ ആരെയാ വായിക്കുന്നത്? കർത്താവിനെ തന്നെയാ വായിക്കുന്നത്. ആ ദൈവവചനം നമ്മൾ വായിക്കുമ്പോൾ ആരാ നമ്മളോട് സംസാരിക്കുന്നത്? കർത്താവ് തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് അനുസരിക്കണോ, അതോ വചനത്തിൻ്റെ സത്യം മറച്ചു വച്ച് വചനം വ്യാഖ്യാനിക്കുന്ന പുരോഹിതനനുസരിക്കണോ? തീരുമാനിക്കുക ആരെ അനുസരിക്കണമെന്ന്. ദൈവവചനത്തിൻ്റെ മർമ്മം മറച്ചു വെച്ച്, സത്യം മറച്ചു വെച്ച്, വ്യർത്ഥമായ പാരമ്പര്യ പ്രകാരമാണ് നമ്മൾ വചനം അനുസരിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്ന പുരോഹിതനല്ല അനുസരിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ദൈവത്തെയാണ്. യോഹന്നാൻ 1:1, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ചേർന്നൊരാമയും പറയാം. എന്നാൽ ചില മതപുരോഹിതന്മാർ പഠിപ്പിക്കുന്നത് ആദ്യം ഉണ്ടായത് ബൈബിളല്ല, സഭയാണ്. സഭയിലാണ് വചനം ഉണ്ടായെന്നാണ് പറയുന്നത്. എൻ്റെ പൊല്ലുമക്കളെ, അങ്ങനെ പഠിപ്പിക്കുന്നവരെ കുറിച്ച് വചനം പറയുന്നത് പിശാച് വെളിച്ചതൂതിൻ്റെ വേഷത്തിൽ വന്നു നിന്ന് വചനം പറയുക. ആദ്യം സഭയല്ല ഉണ്ടായത്, ആദ്യം ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിൽ നിന്നാണ് സഭ രൂപാന്തരപ്പെടുന്നത്. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു. അപ്പോൾ ദൈവവചനം എഴുതി തന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയല്ല. ദൈവവചനം എഴുതി തന്നത് പരിശുദ്ധാത്മാവ് ദൈവമാണ്. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ആധികാരികത ഏതെങ്കിലും ഒരു പ്രത്യേക സഭയ്ക്കായിട്ട് കർത്താവ് ഈ ഭൂമി കൊടുത്തിട്ടില്ല. ദൈവവചനത്തിൻ്റെ ആധികാരികത പരിശുദ്ധാത്മാവ് ദൈവത്തിനാണ്. ആ ദൈവം വചനം വ്യാഖ്യാനിച്ചു തരുമ്പോൾ, മകനെ, മകളെ, നിന്റെ തൊലിപ്പുറത്തല്ല കുത്തുകൊള്ളുന്നത്, നിന്റെ ഹൃദയത്തിലാണ് കുത്തുകൊള്ളുന്നത്. ഇന്ന് തൊലിപ്പുറത്ത് പോലും കുത്തുകൊള്ളാത്തത് കൊണ്ടാണ് കർത്താവ് വരാൻ ഇനി അധികം സമയമില്ലല്ലേ. ഇപ്പോഴും നിങ്ങൾ എന്നെ കർത്താവെ കർത്താവെന്ന് വിളിക്കുന്നു. വൈ ഡോണ്ട് യു ഒബേ വാട്ട് ഐ സേ? ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അനുസരിക്കുന്നില്ല? ഇപ്പോഴും അനുസരിച്ചിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് മതപുരോഹിതൻ പറയുന്നതല്ല സത്യം. പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ രാജകീയ പുരോഹിതനാണ് പറയുന്നത് സത്യം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടി ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വചനത്തിൽ കൂടിയാണ്, അല്ലാതെ പാരമ്പര്യത്തിൽ കൂടിയല്ല. സ്തോത്രം. സഭ പറഞ്ഞു ഇങ്ങനെ ചെയ്യണമെന്ന്. അപ്പോഴതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവ് ദൈവമല്ല, സഭയുടെ തലവൻ യേശുക്രിസ്തു അല്ല. സഭയുടെ തലവൻ യേശുക്രിസ്തു ആണെങ്കിൽ ആ തല പറയുന്നതല്ലേ ശരീരം അനുസരിക്കേണ്ടത്. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തിരുവചനത്തിലൂടെയാണ്, അല്ലാതെ മാതാവിലൂടെ അല്ല, മരിച്ചുപോയ വിശുദ്ധരെന്ന് പറയുന്ന ആൾക്കാരിലൂടെയോ അല്ല. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വചനത്തിൽ കൂടിയാണ്. ആയതിനാൽ ഒരു കാര്യത്തിലും തളരേണ്ട, എല്ലാറ്റിലും വചനത്തിൽ മറുപടിയുണ്ട്. അതിനാൽ വചനത്താൽ ആത്മീയ വർധനവും ഉള്ളവരായി ആ വചനം നമ്മിൽ നിറഞ്ഞു കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് പകരപ്പെടട്ടെ. സ്തോത്രം. നാം വചനം ഭക്ഷിച്ച് ആ വചനം നമ്മളിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ അടയാളം എന്താണെന്ന് അറിയാവോ? ക്രിസ്ത്യാനി കുരിശല്ല. കുരിശിൽ കയറിയവൻ പറഞ്ഞത് യോഹന്നാൻ 13:34-35, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുമ്പോൾ ഈ ലോകം അറിയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന്. അപ്പോൾ ദൈവവചനം ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ പരസ്പരം സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്ന് നോക്കി ചിരിച്ചിട്ട് ഞാൻ എത്ര വർഷമായി ഫ്രീസറിൻ്റെ അകത്ത് ഇരിക്കുക. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയെന്ന് ചിരിക്ക്. ആ മുഖത്ത് നീരൊന്ന് മാറി രക്തോട്ടം ഉണ്ടാകട്ടെ. സ്തോത്രം. അപ്പോഴതുകൊണ്ട് വചനം ഉള്ളിൽ വരണം. വചനത്തിലൂടെയാണ് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. അഞ്ചാമതായിട്ട് നാം വളരേണ്ടത് എബോവ് ഓൺലി ദൈവത്തിൻ്റെ ആമിത ബലത്തിൽ ശക്തിപ്പെടുവേൻ. അപ്പോസ്തലപ്രവൃത്തി 9:22
ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമാസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി. യേശു തന്നെ ക്രിസ്തു, യേശു തന്നെയാണ് ദൈവം. ഇപ്പോഴും ചില സോക്കോൾഡ് ക്രിസ്ത്യാനിക്ക് യേശു അവന് പോലും അറിയത്തില്ല യേശു ദൈവമാണ്. സ്തോത്രം. മറ്റുള്ളവരുടെ കാര്യം നമ്മൾ പറയണ്ട. സ്തോത്രം. ക്രിസ്ത്യാനി, നിനക്കറിയാവോ ക്രിസ്തു ആരാണെന്ന്? ഈസ് ദ ക്രിയേറ്റർ. അവൻ വീരനാം ദൈവം, നിത്യപിതാവ്, ആധിപത്യം തോളിലുള്ളവൻ, അത്ഭുത മന്ത്രി. സ്തോത്രം. നിത്യപിതാവ്. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. നാൾക്കുനാൾ ദൈവിക ശക്തിയിൽ വർദ്ധിച്ചു വന്ന പൗലോസ് ഇങ്ങനെ ആഹ്വാനം ചെയ്യുന്നു. എഫെസ്യർ 6:10. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അപ്പോൾ ഇതൊരു വ്യക്തിപരമായ പ്രോസസ്സാണ്. വ്യക്തിപരമായി നാം ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശക്തിയോടെ, ബലത്തോടെ എന്നിങ്ങനെ ആരും പുറയുന്ന തള്ളേണ്ട കാര്യമില്ല. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ശരിക്കും ആരിലാ ശക്തിപ്പെടുന്നത്? കർത്താവിലും അവൻ്റെ അമിത ബലത്തിലുമാണ് ശക്തിപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് പള്ളിയുടെ അകത്ത് കിടന്ന് കയ്യാങ്കളി ഉണ്ടാകത്തില്ലായിരുന്നല്ലോ. പരസ്യമായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിനെ അപഹേളിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്നത് ആരാ? ക്രിസ്ത്യാനി, നീ തന്നെയാണ്. ഇന്നത്തെ ലോകത്തിലെ സകല വെല്ലുവിളികളെയും പരീക്ഷകളെയും തിന്മകളെയും ക്രൂരതകളെയും ഒറ്റപ്പെടുത്തലുകളെയും നേരിടണമെങ്കിൽ അനുദിനം കർത്താവിൻ്റെ അമിത ബലത്തിൽ ശക്തിപ്പെടണം. സ്തോത്രം. വരും കാലങ്ങളിൽ ജീവിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. കർത്താവ് യേശു ക്രിസ്തുവിൽ ശക്തിപ്പെട്ടില്ലെങ്കിൽ ഈ ലോകത്തിൽ തകർന്നു പോകും. എബോളിയായി ജീവിക്കണമെങ്കിൽ അഞ്ചാമതായി ചെയ്യേണ്ടത് തേജസ്സിൽ ശക്തിപ്പെടണം. നാം തേജസ്സിന്മേൽ തേജസ് പ്രാപിക്കണം. യേശുവിൻ്റെ തേജസ്സിനോട് അനുരൂപരാകണം. സ്തോത്രം. മരിച്ചുപോയവരെല്ലാം അനുകരിക്കേണ്ടത് മരിച്ചുയർത്തെണീറ്റ് പിതാവിൻ്റെ വലത്ത് വാതിരുന്ന് എനിക്കും നിനക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് അനുകരിക്കേണ്ടത്. 2 കൊറിന്ത്യർ 3:18. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. മറ്റൊരു ക്രിസ്തുവായിട്ടാണ് നാം ജീവിക്കേണ്ടത്. അതിനാണ് നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് അതിനാണ്. ഫോളോ മീ, ഫോളോ മീ. എന്നെ അനുകരിക്കാനാ പറഞ്ഞ. പക്ഷെ ഇന്ന് നീ കർത്താവിനെ അല്ലല്ലോ അനുകരിക്കുന്നത്. സ്തോത്രം. നിന്റെ കുടുംബക്കാരെ, നിന്റെ ദേശത്തെ ചാർച്ചക്കാരെ അല്ലേ നീ അനുകരിക്കുന്നത്? നീ ചേർന്ന് നിൽക്കുന്ന സമൂഹത്തിലല്ലേ നീ അനുകരിക്കുന്നത്? അതുകൊണ്ടല്ലേ വിട്ടുവീഴ്ച മനോഭാവമില്ലാതെ കണ്ട് പ്രതികാരത്തോടെ കേസ് കൊടുത്ത് ആ കേസിൻ്റെ പുറകെ നീ നടക്കുന്നത്. പുറമേയുള്ള മനുഷ്യനെ ശോഷിപ്പിച്ച് അകമേയുള്ള മനുഷ്യനെ ശക്തിപ്പെടുത്തണം. കർത്താവിൻ്റെ വരവിൽ നാം തേജസ്സുള്ള ശരീരം പ്രാപിക്കും. കർത്താവിനെ മുഖാമുഖമായി കാണുവാനുള്ള തേജസ് നാം പ്രാപിക്കും. അങ്ങനെ നിത്യ തേജസ്സുള്ളവരായി മാറണമെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ തേജസ്സുള്ളവരായി മാറണം. കർത്താവിൻ്റെ തേജസ് നമ്മിൽ വസിച്ചാൽ നാം തേജസ്സിൽ വർദ്ധിച്ചു വരും. അപ്പോൾ വളരെയേറെ നിക്ഷേപങ്ങളും നിത്യ തേജസ്സുള്ള സ്വർഗ രാജ്യത്തിന് നാം അവകാശികളായി മാറും. എബവ് ഓൺലി, കൃപമേൽ കൃപ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന് പരിശ്രമമായ ഞങ്ങളുടെ സ്വർഗീയപിതാവേ, ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ വിശുദ്ധ മക്കളെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവിടെ ഞങ്ങളെ പരിരക്ഷിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയിൽ, തിരഞ്ഞെടുപ്പിൽ നാൾക്കുനാൾ വർദ്ധിച്ചു വരുവാനും എബോളിയായി ജീവിക്കുവാനും കൃപയ്ക്കുമേൽ കൃപയുള്ളവരായി വർദ്ധിച്ചു വരുവാനും അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി. ഞങ്ങളുടെ മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. വാർദ്ധക്യത്തിലും ബലം കായ്ക്കുന്ന വിശുദ്ധരായി ജീവിക്കാൻ അവരെ സഹായിക്കണമേ. ശാരീരികമായുള്ള ക്ഷീണങ്ങൾ തളർന്നു പോകാതെ ആത്മാവിൽ ശക്തി പ്രാപിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ മാതാപിതാക്കളെ സഹായിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ തകർക്കുന്ന രീതിയിലുള്ള ആനുകാലിക സകല ദുഷ്ടശക്തിയുടെ പ്രവർത്തനങ്ങൾ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. കടന്നു വരുന്ന ദിനങ്ങളിൽ അവരഭിമുഖീകരിക്കുന്ന പരീക്ഷകളെയും അതിജീവിച്ച് നല്ല രീതിയിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുവാൻ മക്കളെ സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ഓരോ മക്കളെയും ഈ സമയത്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ ആത്മനിറവ്, അവിടുത്തെ ജ്ഞാനം മക്കളുടെ മേൽ പകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ,
ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ, മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാൾക്കുനാൾ അവർ അഭിവൃദ്ധിയിൽ വർദ്ധിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ രാജ്യങ്ങളെയും സമർപ്പിക്കുന്നു. വിശേഷാൽ അമേരിക്കയെ സമർപ്പിക്കുന്നു, ഇസ്രായേലിനെ സമർപ്പിക്കുന്നു, റഷ്യയെ സമർപ്പിക്കുന്നു, ഉക്രൈനെ സമർപ്പിക്കുന്നു, ജർമ്മനിയെ സമർപ്പിക്കുന്നു, ഓസ്ട്രേലിയയെ സമർപ്പിക്കുന്നു, അതുപോലെ എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും സമർപ്പിക്കുന്നു. സ്തോത്രം. ഞങ്ങളെ ഇന്ത്യ മഹാരാജ്യത്തെ സമർപ്പിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ മക്കളെയും അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, അവരുടെ ജീവനുള്ള ദൈവത്തെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കളുടെ മേൽ പകരണമേ. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രപ്പ. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. പ്രതികൂല കാറ്റന്മേലടിച്ചിടിലും എൻ്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്നു വിധിച്ച് ഏവരും മാറിടിലും. ഇല്ല ഇല്ല, ഞാൻ കുലുങ്ങുകയില്ല. ഇല്ല ഇല്ല, ഞാൻ വീഴുകയില്ല. എൻ്റെ യേശു കൂടെയുണ്ട്. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുമോ? ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. ഇല്ല ഇല്ല, ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല.